ഇന്ത്യയുമായി അടുത്തിടെ പ്രഖ്യാപിച്ച ചരിത്രപരമായ വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ഫാക്ട് ഷീറ്റ് അമേരിക്ക പരിഷ്കരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പയറുവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള പരാമർശം നീക്കം ചെയ്തിരിക്കുന്നു. $500 ബില്യൺ വാങ്ങൽ പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ട പദങ്ങൾ മാറ്റി കഴിഞ്ഞയാഴ്ച ഇരു രാജ്യങ്ങളും ഒരു വ്യാപാര കരാറിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം വൈറ്റ് ഹൗസ് ചൊവ്വാഴ്ച ഒരു ഫാക്ട് ഷീറ്റ് പുറത്തിറക്കിയിരുന്നു. അത് മുന്നോട്ടുള്ള പാത എന്ന് വിളിച്ചതിനെ വിവരിക്കുന്നു. എല്ലാ US വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും അധിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ US ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ തീരുവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമെന്ന് രേഖയുടെ മുൻ പതിപ്പൻ പറഞ്ഞിരുന്നു. പുതുക്കിയ ഫാക്ട് ഷീറ്റിൽ ഇനി പയർ വർഗ്ഗങ്ങളെക്കുറിച്ച് പരാമർശമില്ല. മറ്റൊരു മാറ്റത്തിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വസ്തുതയും പരിഷ്കരിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞിരുന്ന വാചകത്തിൽ ഇന്ത്യ ആ രാജ്യത്ത് നിന്ന് $500 ബില്യൺ വാങ്ങാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അത് ഉദ്ദേശ്യം എന്ന് മാറ്റിയിരിക്കുന്നു. അതായത് ഇന്ത്യക്ക് വേണമെങ്കിൽ വാങ്ങാം എന്നുള്ള തരത്തിലോട്ടായി. ഇന്ത്യ കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും $500 ബില്യൺ US ഊർജം, വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യ, കാർഷിക, കൽക്കരി, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാനും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അതിൽ പറയും. പക്ഷെ ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നു, പരിഷ്കരിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് ആവശ്യമെങ്കിൽ വാങ്ങാം എന്നുള്ള തരത്തിലോട്ടായിരിക്കും. പരിഷ്കരിച്ച പതിപ്പിൽ കാർഷിക ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള പരാമർശം നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഇങ്ങനെ വായിക്കുന്നു: ഇന്ത്യ കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും $500 ബില്യൺ US ഊർജം, വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യ, കൽക്കരി, മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാനും ഉദ്ദേശിക്കുന്നു എന്നുള്ള തരത്തിലേക്ക്. കൂടാതെ വൈറ്റ് ഹൗസിന്റെ പുതുക്കിയ ഫാക്ട് ഷീറ്റിൽ ഇന്ത്യ ഡിജിറ്റൽ സേവന നികുതികൾ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വാചകം നീക്കം ചെയ്തിരിക്കുന്നു. നേരത്തെ വാചകത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു: ഇന്ത്യ അതിന്റെ ഡിജിറ്റൽ സേവന നികുതികൾ നീക്കം ചെയ്യും. കൂടാതെ വിവേചനപരമോ ഭാരമേറിയതോ ആയ രീതികളും ഇലക്ട്രോണിക് ട്രാൻസ്മിഷനുകളിൽ കസ്റ്റംസ് തീരുവ ചുമത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഉൾപ്പെടെ ഡിജിറ്റൽ വ്യാപാരത്തിനുള്ള മറ്റ് തടസ്സങ്ങളും പരിഹരിക്കുന്ന ശക്തമായ ഒരു കൂട്ടം ഉഭയകക്ഷി ഡിജിറ്റൽ വ്യാപാര നിയമങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നായിരുന്നു നേരത്തെ. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഡിജിറ്റൽ വ്യാപാരത്തിനുള്ള വിവേചനമോ ഭാരമേറിയതോ ആയ രീതികളും മറ്റ് തടസ്സങ്ങളും പരിഹരിക്കുന്ന ശക്തമായ ഒരു കൂട്ടം ദ്വിരാഷ്ട്ര ഡിജിറ്റൽ വ്യാപാര നിയമങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അത് ഇപ്പോൾ പ്രസ്താവിക്കുന്നു. 2025 ഫെബ്രുവരിയിൽ ആരംഭിച്ച് ഏകദേശം ഒരു വർഷം നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും ഒരു ഇടക്കാല വ്യാപാര കരാറിൽ എത്തി. ഈ പദ്ധതി പ്രകാരം തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ വസ്തുക്കൾ, ജൈവ രാസ വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, തിരഞ്ഞെടുത്ത യന്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ കയറ്റുമതികളുടെ തീരുവ 50% നിന്ന് 18% കുറച്ചതിലൂടെ ഇന്ത്യ നേട്ടമുണ്ടാക്കുമെന്നതും ഉറപ്പാണ്.